ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. ഇന്നത്തെ നമ്മുടെ വാക്യതാണ് യെശയ്യാവ് 52:7. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം. റോമാലേഖനത്തിലും നാം കാണുന്നു അതിൻ്റെ 10:15 വാക്യം, നന്മ സുശേഷിക്കുന്നവന്റെ കാൽ എത്ര മനോഹരം. ഇവിടെ ഇതാ ശമരിയ സ്ത്രീ തൻ്റെ പാത്രം വെച്ചിട്ട് ഓടിപ്പോവുകയാണ്. എവിടേക്കാണ്? വീട്ടിലേക്കാണോ? അല്ല, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൾ സ്തബ്ധയായി. അവൾ പൊടുന്നനവേ ഓടിച്ചെല്ലുകയാണ്. അവൾ പട്ടണവാസികളുടെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്ന് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഞാൻ ചെയ്തൊക്കെ എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്ന് കാണുമേൻ, ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ വന്ന് കാണുമേൻ, ഒരു പക്ഷേ അദ്ദേഹം ക്രിസ്തുവായിരിക്കുമോ? നിങ്ങൾ എത്രയും പെട്ടെന്ന് വരിക, ചെന്ന് കാണുക എന്ന് പറഞ്ഞ് അവരെല്ലാം അവള് വിളിച്ചുണർത്തി. അങ്ങനെ ആ പട്ടണവാസികളൊക്കെ ഇളകി അവളുടെ പിന്നാലെ വന്നു. ഒരു ക്യാപ്റ്റനെ പോലെ അവൾ വരികയാണ്. ഒത്തിരി ജനക്കൂട്ടം അവരുടെ പുറകിലുണ്ട്. ഈ സമയത്ത് ഭക്ഷണത്തിനായി പോയ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്തെത്തി. സമരസ്ത്രീയോട് എന്താണ് സംസാരിച്ചത്, എന്ത് ചോദിക്കുന്നൊന്നും ചോദിച്ചില്ല. രവി ഭക്ഷിച്ചാലെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ശിഷ്യന്മാർ ചിന്തിച്ചു, ഇനി വല്ലവനും കർത്താവിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തോ എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം എന്ന് കർത്താവ് പറയുകയുണ്ടായി. അതെ, ഈ സമയത്ത് ഈ പട്ടണവാസികളും ശമരിയ സ്ത്രീയും കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. കർത്താവിൻ്റെ വാക്കുകൾ കേട്ട്, അതെ, സ്ത്രീ പറഞ്ഞത് താൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം അവർ കർത്താവ് വിശ്വസിക്കുകയാണ്. മാത്രമല്ല, കർത്താവിൻ്റെ വചനം കേട്ട് പലരും വിശ്വസിച്ചു. അപ്പോൾ അവരെല്ലാം കർത്താവിനോട് പറയാണ്, കർത്താവെ 2 നാൾ ഞങ്ങളോട് കൂടെ പാർക്കണമേ എന്ന് അപേക്ഷിച്ചു. അവരുടെ അപേക്ഷപ്രകാരം കർത്താവ് 2 നാൾ അവിടെ പാർത്തു. എന്നാൽ അവൻ്റെ വചന നിമിത്തം അവിടെ ഏറ്റവും അധികം പേർ കർത്താവിൽ വിശ്വസിച്ചു എന്ന് കാണുന്നു. ഏറ്റവും അധികം പേർ കർത്താവിൽ വിശ്വസിച്ചു. അതെ, ഏറ്റവും എന്നുള്ള പദം വചനത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യമുണ്ട്. അതെ, ഏറ്റവും എന്നുള്ള ആ പദം യെഹെസ്കേൽ 37-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്. അവിടെ മുതൽ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ദർശിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ കർത്താവിൻ്റെ കൈ നമ്മുടെ പ്രവാചകന്റെ മേൽ വന്നു എന്നും കാണാനായിട്ട് സാധിക്കുന്നു. പ്രവാചകൻ ആരാണ്? യെഹെസ്കേൽ. അതെ, ആ ആത്മാവിൽ തന്നെ ഒരു താഴ്വരയുടെ നടുവിൽ യഹോവയായ കർത്താവ് കൊണ്ട് നിർത്തുകയാണ്. ആ താഴ്വരയെ നോക്കിയപ്പോൾ നിറയെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ അസ്ഥികൾ അത് എത്രയും അധികമായിരുന്നു. അവിടെ കാണുന്നത് അത് ഏറ്റവും ഉണങ്ങിയിരുന്നു എന്ന് കാണുന്നു. ഒരുപക്ഷെ ആ അസ്ഥികൾ തന്നെയാണോ എന്ന് സംശയിക്കുമാർ ഏറ്റവും ഉണങ്ങിയിരുന്നു എന്ന് വചനത്തിൽ കാണുന്നു. മാത്രമല്ല, അപ്പോൾ ആ അസ്ഥികളുടെ ഇടയിലെല്ലാം നമ്മുടെ യെഹെസ്കേൽ പ്രവാചകനെ യഹോവയായ കർത്താവ് ചുറ്റി നടക്കുമാറാക്കി. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ പറയാണ്, യഹോവയായ കർത്താവേ, അങ്ങ് അറിയുന്നു എന്ന് പറഞ്ഞു. അസ്ഥികളോട് പ്രവചിച്ചു പറക എന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ പ്രവാചകൻ ഉണങ്ങിയ അസ്ഥികളെ നോക്കി പ്രവചിച്ചു. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. പ്രവാചകനോട് കൽപ്പിച്ചതുപോലെ പ്രവാചകൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. എന്നാൽ ശ്വാസമില്ലായിരുന്നു. മനുഷ്യപുത്ര, കാറ്റിനോട് പ്രവചിക്ക എന്ന കൽപ്പന പ്രകാരം
ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഗതന്മാർ ജീവിക്കേണ്ടത് അവരുടെ മേൽ ഊതുക എന്ന് പറഞ്ഞു. യഹോവയായ കർത്താവ് കൽപ്പിച്ചതുപോലെ യെഹെസ്കേൽ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതെ, ഇവിടെ ഇതാ ഏറ്റവും അധികം പേർ കർത്താവിൽ വിശ്വസിച്ചു. ഏറ്റവും അധികം പേർ കർത്താവിൽ വിശ്വസിച്ചു. അവർ പറയുകയാണ് ശമര്യ സ്ത്രീയോട്, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ 3:16 ആ താക്കോൽ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണ ലോകത്തെ സ്നേഹിച്ചു. വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ. സുവിശേഷ ദീപം കത്തിച്ച സോദരങ്ങളെ വെളിച്ചം കാണിച്ചിടാൻ എത്ര നല്ല ഗീതമാണിത്, എത്ര നല്ല വാർത്തയാണിത്. സുവിശേഷം അതെത്രയതുല്യമായത്, സുവിശേഷം അതെത്രയതുല്യമായത്. സ്വർഗീയദൂതന്മാർ ഘോഷിച്ചത് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള അടയാളം കാൺമീൻ. നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള അടയാളം കാൺമീൻ. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. മുട്ടുകുത്തുവിൻ, പൊന്നും മുരുങ്കുന്തുരുക്കും അർപ്പിപ്പിൻ. നിങ്ങൾ കാണും മുട്ടുകുത്തുവിൻ, പൊന്നും മുരുങ്കുന്തുരുക്കവും അർപ്പിപ്പിൻ. അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. സമാധാന പ്രഭുവിനെ സ്വർഗം നൽകുന്ന നല്ലൊരു സമ്മാനം. സമാധാനം. സമാധാന പ്രഭുവിനെ സ്വർഗം നൽകുന്ന നല്ലൊരു സമ്മാനം. സ്വർഗരാജ്യം വന്നെത്തിയിരിക്കുന്നു. ആകയാൽ നീ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് വേർപെട്ട ആരാധിപ്പിൻ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടു വേർപെട്ട് ആരാധിപ്പിൻ. സുവിശേഷ ദീപം കത്തിച്ച് സോദരങ്ങൾ വെളിച്ചം കാണിച്ചിടാം. എത്ര നല്ല ഗീതമാണിത്, എത്ര നല്ല വാർത്തയാണിത്. സുവിശേഷം അതെത്രയതുല്യമായത്, സുവിശേഷം അതെത്രയതുല്യമായത്.